അപ്പോൾ സർ പറഞ്ഞു ഒന്നാമത്തെ കണ്ടീഷൻ ഇസ് ക്ലാരിറ്റി അട്രാക്ട്സ് വെൽത്ത്. സോ ദാറ്റ് ഇസ് അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ് സർ? രണ്ടാമത്തെ കണ്ടീഷൻ, ഇവയുടെ മുമ്പിൽ മറ്റോ വന്ന് നിൽക്കുന്നുണ്ട്. ആര്? നമ്മുടെ വുഡ് ബി. ഓക്കെ, പെണ്ണ് കാണൽ. ഞാൻ വീണ്ടും അങ്ങോട്ട് തന്നെ വരാം. അപ്പോൾ ഇവ പറയാണ്, കണ്ടീഷൻ നമ്പർ 2, നീ എന്നെ കല്യാണം കഴിച്ചാൽ, ഞാൻ നിന്റെ കൂടെ വന്നാൽ നിന്റെ ചിന്തയിൽ ഞാൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. നീ വേറെ ഒരാളെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. ഫുൾ ടൈം നിന്റെ ബ്രെയിനിൽ നീ എവിടെ പോയാലും നീ എന്ത് ചെയ്താലും ചിന്തയിൽ ഞാൻ മാത്രം ഉണ്ടാവണം. ഇത് പറയണത് ഇവ ഒരു സമ്പത്തിൻ്റെ ദേവതയാണ് കേട്ടോ. ഇത് പെണ്ണ് കാണൽ എന്ന് പറയുമ്പോൾ അത് ഇവ എന്ന് പറയുന്ന സമ്പത്തിൻ്റെ ദേവതയാണ്. അപ്പം സമ്പത്തിൻ്റെ ദേവത ഇവൻ്റെ കൂടെ ചെല്ലാൻ പോവാ. ഓക്കെ, അപ്പം ഇവൻ ചോദിക്കുകയാണ്, നിന്നെക്കുറിച്ച് മാത്രമോ? അതെ, എന്നെക്കുറിച്ച് ചിന്തിച്ചെങ്കിൽ ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും. നീ എന്നെക്കുറിച്ച് ചിന്തിച്ചാൽ ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇല്ലെങ്കിലോ ഞാൻ എൻ്റെ വഴിക്കും. ഓക്കെ, അപ്പോൾ അതിൽ പറയണത് മണി ഈസ് എൻ എനർജി എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കണം എന്ന് ചോദിച്ചാൽ, പണം ഒരു എനർജി എന്ന് പറയുമ്പോൾ പണത്തിനൊരു ഫ്രീക്വൻസി ഉണ്ട്. ഇപ്പോൾ പറയുന്നത് നമ്മൾ ചുറ്റിനും പണമുണ്ട്. അപ്പോൾ ഈ എനർജി മണിക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ട്, നമ്മൾ നിൽക്കുന്നൊരു ഫ്രീക്വൻസി ഉണ്ട്, അതോടൊപ്പം തന്നെ നമ്മൾ പോകേണ്ടതായിട്ടുള്ള ഫ്രീക്വൻസി ഉണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. നമ്മൾ 3 വര വരക്കാം, താഴെ മുകളിലും ആയിട്ട്. ഓക്കെ, 3 വര, 1 വരച്ചു, 2 വരച്ചു, 3 വരച്ചു. താഴത്തെ ലെവലിൽ പറയുന്നത് ലോവർ ഫ്രീക്വൻസി, സെൻറ്ററിൽ മണി, പണം. മൂന്നാമത്തിൽ ഹയർ ഫ്രീക്വൻസി. ഇവിടെയുള്ള ലോവർ ഫ്രീക്വൻസിയിലുള്ള ഭൂരിഭാഗം ആളുകളും ലോവർ ഫ്രീക്വൻസിയിലാണ്. ഇവരൊരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 ലേസി, മടിയന്മാരായിരിക്കും. 2 ഡിസ്ട്രാക്ഷൻസ്, എപ്പോഴും എന്തിനും ഡിസ്ട്രാക്ഷൻസ് ആണ് ലൈഫിൽ, ഫോക്കസ് ഇല്ല. മൂന്നാമതായിട്ട് പ്രൊക്രാസ്റ്റിനേഷൻ, എല്ലാം നാളത്തേക്ക് മാറ്റി വെക്കുന്ന സ്വഭാവം. ഇവിടെയുള്ള 89% ആളുകളും താഴത്തെ ലൈൻ അവിടെയുള്ള ലോവർ ഫ്രീക്വൻസിയിലാണ്. പണം നിൽക്കണ എവിടെയാണ്? അതിൻ്റെ മുകളിലാണ്. അപ്പോൾ ഒരിക്കലും പണത്തെ ചേസ് ചെയ്താൽ നമുക്ക് കിട്ടില്ല. എന്ത് ചെയ്യണം? പണം നമ്മൾ ചേസ് ചെയ്യണം. അപ്പോൾ ഈ പണം നമ്മൾ ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ പണത്തിൻ്റെ മുകളിൽ കയറണം. ഈ പണത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറണമെങ്കിൽ നമ്മൾക്ക് വേണ്ട ബേസിക് 3 ക്വാളിറ്റീസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പറയണത് കൺസിസ്റ്റൻസിയാണ്. എന്തൊരു കാര്യം തുടർച്ചയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യണം. എന്തൊരു കാര്യം അതിൽ ചെയ്തുമ്പോൾ നമ്മൾ കൂടുതൽ എക്സ്പേർട്ട് ആവും. നമ്മൾ അതോടൊപ്പം ഡെഡിക്കേഷൻ, ചെയ്യുന്ന പണിയിൽ മുങ്ങിത്താഴാന്ന് പറയും, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യണം. മൂന്നാമതായിട്ട് അതിൻ്റെ കൂടെ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയും കൂടെ വേണം. ഈ 3 കാര്യങ്ങളും വരുമ്പോഴാണ് നമ്മൾ നേരെ ടോപ്പ് ലൈനായിട്ടുള്ള ഹയർ ഫ്രീക്വൻസിയിലെത്തും. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ഒരു കാര്യം ഏറ്റെടുത്താൽ അതിൻ്റെ ഡീപ്പർ ലെവലിലേക്ക് പോകും. ഇപ്പോൾ 25 കൊല്ലം മുമ്പ് റെസ്റ്റോറൻറ്റ് തുടങ്ങി. ആ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഡീപ്പർ ലെവലിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത് അവിടെ ഒരു ദിവസം ചിലപ്പോൾ നഷ്ടം വരാം, പക്ഷേ ഇല്ല, വിട്ടുകൊടുക്കില്ല. അത് എങ്ങനെ വിജയിപ്പിക്കാൻ പറ്റും? അത്രത്തോളം ഡീപ്പർ ലെവലിലേക്ക് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രവർത്തിക്കണം. അതോടൊപ്പം തന്നെ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നന്ദിയുള്ളവരായിട്ട് മാറാമെന്ന് പറയും. നന്ദി കെട്ടവൻ്റെ കൂടെ പണം നിൽക്കില്ല. ഞാനത് ആ സബ്ജക്റ്റിലേക്ക് വരാം. പറഞ്ഞു വന്നത്, അങ്ങനെ നമ്മൾ ടോപ്പ് ലെവലിൽ എത്തുന്നവരായിട്ട് മാറുമ്പോൾ പണം തൊട്ട് താഴെയാണ്. അപ്പോൾ എന്ത് ചെയ്യും? പണം ഈ നന്ദിയുള്ളവൻ്റെ കൂടെ, ഡെഡിക്കേഷൻ ഉള്ളവൻ്റെ കൂടെ, കൺസിസ്റ്റൻസി ഉള്ളവൻ്റെ കൂടെ പോകും. അപ്പോൾ എന്തായി? നമ്മൾ ചെയ്യുന്ന കാര്യത്തിലെല്ലാം കറക്റ്റായിട്ടുള്ള ഒരു പങ്ക്ച്വാലിറ്റി വരും. അപ്പോൾ നമ്മളെ ജീവിതത്തിലേക്ക് പണൊരു വരവുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റാണ് വെൽത്ത് തോട്ട്. ഞാൻ അതിലേക്ക് വരികയാണ്. അപ്പോൾ സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തകൾ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് പേർക്ക് കടമുണ്ട്, ഡെപ്റ്റ് അല്ലേ, കടം. ഈ കടം വീട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. കുറച്ചൊന്നും അല്ല കേട്ടോ. ഈ കെണിയിൽ വന്ന് പെട്ടുപോയി വരും. ഇതെങ്ങനെ ഊരണം എന്നറിയില്ല അല്ലേ. അപ്പം ഇവിടെയും കടത്തിനൊരു ഫ്രീക്വൻസി ഉണ്ട്. എന്താണ്? കടം എന്ന് പറയുന്ന സാധനത്തിൽ വന്ന് വീണാൽ പിന്നെ നമ്മുടെ ചിന്ത ഈ കടം എങ്ങനെ വീട്ടാന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യും? രാവിലെ എഴുന്നേറ്റും. ഇപ്പോൾ ഇവയ്ക്ക് ഒരു 5 ലക്ഷം രൂപ കടം എന്ന് വിചാരിക്കും. ഇവർ വിളിക്കുന്നു, ബാങ്കിൽ നിന്ന് വിളിക്കുന്നു, പലിശക്കാർ വിളിക്കുന്നു, ആകെ പ്രശ്നങ്ങളാണ്. രാവിലെ തന്നെ ചിന്ത എന്താ? ഇവരെ പൈസ എങ്ങനെ അടയ്ക്കാം, ഇവരെങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ എന്താ ഡീലുള്ളത്? ആ ഡീലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റൊരാളിത് മേടിച്ച് ഇവൻ്റെ കടം വീട്ടാം. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ പിന്നാലെ. അപ്പം നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് പണം ഉണ്ടാക്കാൻ പറ്റുന്ന അതിലേക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും?
5 ലക്ഷം കൊടുക്കാണ്ട് 5 ആളെ 100 ലക്ഷം രൂപ മേടിച്ച് ഇവയ്ക്ക് തന്നു. അപ്പൊ ഞാൻ 5 പേർക്ക് കടക്കാരെ. അപ്പൊ 5 പേർക്ക് കടക്കാരനായി. പക്ഷെ അവിടെ എന്തുണ്ട്, ഈ 5 പേർക്കും 1 ലക്ഷം രൂപ മേടിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രോഫിറ്റോ പലിശയോ കൊടുക്കേണ്ടി വരും. അല്ലാണ്ട് കാര്യം തരൂലല്ലോ റയറായിട്ട്. അത് 6 ലക്ഷത്തിലേക്ക് വന്നു. അടുത്ത ആഴ്ച 6 ലക്ഷം കൊടുക്കണം. ഇത് അടുത്ത ആളേത് മേടിക്കും. അപ്പം അത് 7 ലക്ഷമായി. ഇതിങ്ങനെ കുമിഞ്ഞുകൂടി ലോക്കായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് കടമായിട്ട് എടുക്കാം. കടം എന്ന് പറയുന്നൊരു വഴിയാണ് ലെഫ്റ്റ്. ഇങ്ങനെ പിടിച്ചോ. റൈറ്റ് ഹാൻഡ് കടം വീട്ടണമെങ്കിൽ ഇതിന് പറയുന്നത് ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയാം. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വീടില്ല, ഒരു പ്രശ്നമാണ്. നല്ല വാഹനമില്ല, പ്രശ്നമാണ്. കടമുണ്ട്, പ്രശ്നമാണ്. അങ്ങനെ പ്രശ്നങ്ങൾ എഴുതാൻ പറഞ്ഞാൽ 1, 2, 3 എഴുതുമ്പോൾ ഒരു 10-100 പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും. ഇതിനെ പറയുന്നത് എഫക്റ്റാണ്. എന്തിൻ്റെ എഫക്റ്റാണ്? അതിനൊരു കോസ് ഉണ്ട്, കോർ കോസ് എന്ന് പറയാം. അതിൻ്റെ കാരണം എന്താ? പണം ഇല്ലാത്തതാണ്, അല്ലേ? 10 ലക്ഷം കടമുണ്ട്, നല്ലൊരു വീടില്ല, നല്ലൊരു വാഹനമില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം പണമാണ്. പണം, കോർ കോസ് പണം. അപ്പോൾ റൈറ്റ് ഹാൻഡിൽ ഇതിലുള്ള പ്രതിവിധി ഉണ്ട്, പണമാണ്. ലെഫ്റ്റ് ഹാൻഡിൽ പ്രശ്നങ്ങളാണ്, എഫക്റ്റാണ്. എഫക്റ്റിൻ്റെ പിന്നാലെ പോവാണ്ട് കോസിൻ്റെ പിന്നാലെ പോകണം. ഈ പൈസ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം? അപ്പോൾ കടമുള്ളപ്പോൾ ചിന്തിക്കേണ്ട കാര്യം കടം വീട്ടാന്നുള്ളതല്ല, ഇവനെ മറന്നേക്കണം. അതിനെന്ത് ചെയ്യണം? നമുക്ക് മുകളിലേക്ക് പോകണമെങ്കിൽ 10 അടി മുകളിലേക്ക് പോകണോ? 5 അടി താഴേക്ക് ഇറങ്ങണം. ഇപ്പം നമ്മൾ ഓട്ട മത്സരം കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ബാക്കോട്ടേക്ക് ഒരു ഒറ്റ അല്ലേ കണ്ടിട്ടില്ലേ? ഒന്ന് കുതിക്കണം. ഇങ്ങനെ പറയാം, ഏത് സിനിമയിൽ പറയില്ലേ, പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ്. ഈ സെയിം സാധനമാണ്. ആ ഒളിക്കണത് കുതിക്കാൻ വേണ്ടി ആയിരിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രതിസന്ധിയിൽ നിൽക്കണം. ഈ കടം വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുക, ഒരാളെ സഹായിക്കാനില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് ഓഫീസിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു. പുള്ളി 10 കൊല്ലം 12 കൊല്ലം ബിസിനസ് തുടങ്ങിയതാണ്. ബിസിനസ് തുടങ്ങിയത് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്ന് പുള്ളി 2.5 കോടി ലയബിലിറ്റിയിലാണ്. പുള്ളിയെ സംബന്ധിച്ച് 2 ഓപ്ഷനേ ഉള്ളൂ. 1 നാട് വിടാം, 2 സൂയിസൈഡ് ചെയ്യാം. വേറെ ഓപ്ഷൻ മുമ്പിലില്ല. ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഒരു കാരണവശാലും പേടിക്കേണ്ട, പ്രതിവിധി പറഞ്ഞുതരാം. അങ്ങനെ സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു. ഇന്ന് പുള്ളി എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ, ഇവിടെ വന്നിട്ട് ഓക്കെ പറഞ്ഞു വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 ആ കടത്തെ മാനേജ് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ ആളുകൾക്ക് അറിയാത്ത 3 കാര്യങ്ങളാണ്. ഹൗ ടു മേക്ക് മോർ മണി, എങ്ങനെ കൂടുതൽ പൈസ ഉണ്ടാക്കാമെന്ന് അറിയില്ല. ഉണ്ടാക്കാം, ഒരു മാസം 50,000 1 ലക്ഷം. ഇത് കൂടുതൽ ഉണ്ടാക്കാൻ ആളുകൾക്ക് അറിയില്ല. 2 ഹൗ ടു മാനേജ്, വന്ന പൈസയെ മാനേജ് ചെയ്യാൻ അറിയില്ല. 3 ഹൗ ടു മൾട്ടിപ്ലൈ, വന്ന പണത്തെ ഇരട്ടിപ്പിക്കാൻ അറിയില്ല. ഈ 3 കാര്യങ്ങൾ പഠിച്ചാണ്ടല്ലോ ഇത് വേറെ ലെവലാണ്. ഇത് പഠിച്ച് ഇറങ്ങിയാൽ സംഭവം സെറ്റാണ്. അപ്പം ഞാൻ അന്ന് വന്ന ചെറുപ്പക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, മാനേജ് ചെയ്യുക, ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എങ്ങനെ മാനേജ് ചെയ്യണം അത് പറഞ്ഞു കൊടുത്തു. ഇനി മുന്നോട്ട് പോകാനായിട്ട് തൽക്കാലം ലെഫ്റ്റ് ഹാൻഡിനെ കുറിച്ച് ചിന്തിക്കരുത്. അവരെടുത്ത് പോവാം. അവരെടുത്ത് പോയിട്ട് 1 കൊല്ലം സമയം ചോദിക്കാം. ചിലർ സമ്മതിക്കില്ല, പക്ഷേ വേറെ നിവൃത്തിയില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിലെ ചിലപ്പോൾ പോലീസ് ഓഫീസേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ രാഷ്ട്രീയ പ്രമുഖരായിരിക്കാം. ആരെങ്കിലും കിടപെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യണം? ഇവരെടുത്ത് ചെന്നിട്ട് 1 വർഷത്തെ സമയം മേടിക്കും. അപ്പം എന്തായി? നമ്മുടെ ഇത്രയുമുള്ള പ്രോബ്ലംസിനെ സോൾവ് ചെയ്യണം. ഇപ്പം ഇൻ കേസ് ബാങ്ക് ജപ്തി എന്ന് ചോദിക്കാം, ബാങ്കിൽ പോയിട്ട് സമയം ചോദിക്കാം. ഇനി ബാങ്കിൽ പോയിട്ട് മാനേജർമാർ സമ്മതിച്ചില്ലെങ്കിൽ അതിനടുത്ത സ്റ്റെപ്പിൽ റിസർവ് ബാങ്ക് ഉണ്ട്, അതിനൊക്കെ വഴികളുണ്ട്. അപ്പം എന്ത് ചെയ്യാം? നമുക്ക് അവിടെ ചെന്നിട്ട് എന്തിനും ഒന്ന് മറപിടിക്കണം. അതെ, എനിക്കൊരു കൊല്ലത്തെ സമയം കിട്ടും, അല്ലെങ്കിൽ ഞാനില്ല, അല്ലെങ്കിൽ ഞാൻ നാട് വിടും. ഞാൻ ലയബിലിറ്റി നിൽക്കണം. അപ്പം ചെന്ന് പറയണ ചോദ്യം, ഞാൻ നാട് വിടണോ മരിക്കണോ? കാശ് കിട്ടൂല്ല, ഇല്ല, എനിക്ക് സമയം തരണം. അങ്ങനെ അവർ സമയം തന്നു, 1 കൊല്ലം സമയം തന്നു. ഇനി 1 കൊല്ലം സമയം കിട്ടിയിട്ട് പിന്നെ മിണ്ടാതിരുന്നാലോ? നോ. അപ്പം എന്തായി? റൈറ്റ് സൈഡിൽ ഓടാൻ സമയം കിട്ടി. പിന്നെ എന്ത് ചെയ്യണം? അവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഓട്ടം കൂടെ തുടങ്ങണം. അപ്പം എന്ത് പറ്റി? നമുക്ക് കറക്റ്റ് വേ അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെ ജോലി ചെയ്ത് നടക്കില്ല. അവിടെ നമുക്ക് മാർക്കറ്റിന് വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കണ്ടെത്തിയിട്ട് അത് വിൽക്കാനായിട്ട് ചെയ്താലോ സൂപ്പർ. 1 കൊല്ലം കൊണ്ടോ 2 കൊല്ലം കൊണ്ടോ ഇത് ഫിനിഷ് ചെയ്തിട്ട് പുതിയൊരു ലൈഫ് കെട്ടിപ്പടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു ഭയങ്കര സംഭവമാണ്, അങ്ങനെ ആരെ മുമ്പിലും തല കുരിക്കില്ല. നോ, നമുക്ക് സ്ട്രഗിളിങ് ആണെങ്കിൽ, നമുക്ക് 10 അടി മുകളിലേക്ക് പോകണമെങ്കിൽ ഇപ്പോഴുള്ള സ്റ്റേജിൽ നിന്ന് 5 അടി താഴേക്ക് ഇറങ്ങും. 5 അടി താഴേക്ക് ഇറങ്ങിയാലേ 10 അടി മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ.
പ്രസന്റിൽ നിന്നുകൊണ്ടുള്ള പ്രശ്നത്തിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുന്നുള്ളത് സ്വപ്നങ്ങളിൽ മാത്രം. അപ്പം അതുകൊണ്ട് മണി ഇനി കൂടുതൽ വരണമെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ നയമാണ് വെൽത്ത് തോട്ട് അട്രാക്റ്റ് വെൽത്ത്. അതിൽ പറയണത് നമ്മൾ ആകെ പൊട്ടി പൊളിഞ്ഞ് നിൽക്കണം. പണ്ട് മാർവാഡീസ് പറഞ്ഞൊരു കഥയുണ്ട്. നമ്മൾ പൊളിഞ്ഞ് നിൽക്കുന്ന വെച്ചാൽ അപ്പം ചെയ്യേണ്ട കാര്യം സാധാ കാറാണെങ്കിൽ അത് വിറ്റ് പ്രീമിയം കാർ മേടിക്കാം. ഒന്നുമില്ലെങ്കിലും എവിടെന്നെങ്കിലും റോൾ ചെയ്തിട്ട് ഒരു പ്രീമിയം കാർ. ഇത് മാർവാഡീസിയുടെ കാര്യം എന്ന് പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് വേണ്ടത് വെൽത്ത് ട്രിഗർ എന്ന് പറയും. നമ്മുടെ കയ്യിൽ പൊട്ടിക്കഴിഞ്ഞാൽ, കടം വന്നു കഴിഞ്ഞാൽ, പണം ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ പണം നമ്മുടെ കയ്യിൽ വരില്ല. അപ്പോൾ ഈ പണം നമ്മുടെ കയ്യിലുണ്ടെന്ന് ഇപ്പോൾ ലക്കി ഭാസ്കറിൽ പറയുന്നുണ്ട്. നമ്മുടെ കയ്യിൽ പണം ഉണ്ടായാൽ പോരാ, ആ പണം ഉണ്ടെന്ന് 10 ആൾ അറിയണം. ആ 10 ആൾ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെൽത്ത് ട്രിഗേഴ്സ് യൂസ് ചെയ്യണം. അതായത് വാച്ച്, നല്ല വാച്ച്, ഇപ്പോൾ മോതിരം വെൽത്ത് ട്രിഗറാണ്, ഇട്ടിരിക്കുന്ന സ്യൂട്ട് വെൽത്ത് ട്രിഗറാണ്, ഷൂ വെൽത്ത് ട്രിഗറാണ്, ഫോൺ വെൽത്ത് ട്രിഗറാണ്. ഇപ്പം നിങ്ങളുടെ ആഭരണങ്ങൾ അല്ലേ, മാല, ഇതൊക്കെ എന്താണ്? സ്വർണം വെൽത്ത് ട്രിഗറാണ്. അപ്പോൾ ഈ വെൽത്ത് ട്രിഗർ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ പണത്തെക്കുറിച്ചുള്ള ചിന്തകൾ, അപ്പം എന്തായി? കാണുന്നവർക്കൊക്കെ ആള് കുഴപ്പമില്ല. അപ്പോൾ ഈ ചിന്തകളും, അപ്പം നമ്മൾക്ക് എന്തായി? നമ്മൾ പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുമ്പോൾ വീണ്ടും ലോയിലേക്ക് പോവാതെ ഞാൻ അത്തരത്തിൽ പോകേണ്ടവനല്ല പറഞ്ഞു വന്നത്. അപ്പോൾ ആ സമയത്ത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സാധാരണ ഒരു ചിന്താഗതി മാറ്റണം. ദാറ്റ് മീൻസ് പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഹൈ ലെവലിൽ കാര്യക്കണം. കാരണം വലിയൊരു ലയബിലിറ്റി അവിടെ ഉണ്ട്. അപ്പം നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു ലോ ലെവലിൽ ചിന്തിക്കാൻ പാടില്ല. ഇപ്പം ഞാൻ ചെയ്ത കാര്യം പറയാട്ടോ. 2010 കഴിഞ്ഞപ്പോഴാണ് വലിയ സ്ട്രഗ്ലിങ് വന്നു. സ്ട്രഗ്ലിങ് വന്നപ്പോൾ പൊട്ടിയെന്ന് തോന്നിയാൽ പെട്ടു അല്ലേ, സ്ട്രഗ്ലിങ് നിൽക്കുകയാണല്ലോ. നേരെ ഞാൻ മാരിയറ്റ് ഹോട്ടലിൽ പോകും, എടപ്പള്ളിയിൽ. മാരിയറ്റ് ഹോട്ടലിൽ പോയിട്ട് ഏത് ക്ലയൻറ്റ് വന്നാലും മാരിയറ്റിലേക്ക് വിളിക്കും. അവിടെ ലോബിയിൽ ഇരുന്ന പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഒരു ബ്ലാക്ക് ടീ കുടിച്ചിരുന്നാൽ മതി. 300-400 കൊടുത്താൽ സംഭവം സെറ്റാണ്. ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ അങ്ങനെ ഗുണമുണ്ട് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യും? അപ്പം നമ്മുടെ എന്തായി? അവിടെ കാണുമ്പോൾ ഇപ്പം ആള് അല്ല മാരിയറ്റ് ഹോട്ടലിൽ വന്നിരിക്കണത്. അവിടെ വന്നിരിക്കുമ്പോൾ അവർ വരുന്നു, ക്ലയൻറ്റ് വരുന്നു. അപ്പം നമ്മുടെ കയ്യിൽ എന്തുകൊണ്ട് വിൽക്കാൻ സാധനം വേണം കേട്ടോ. അപ്പം എന്താ, നമ്മൾ ഡീല് വീണ്ടും ഹൈ ലെവലിലേക്ക് പോകും. അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് വീണ്ടും ഗ്രോത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വെൽത്ത് ട്രിഗർ, എന്നെക്കുറിച്ചുള്ള ചിന്തകൾ അല്ലേ, എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ക്ലാസ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഇതിലൂടെ സൂപ്പറായിട്ട് മുകളിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റും. വീണ്ടും ഞാൻ പറയണം, വെൽത്ത് തോട്ട് അട്രാക്റ്റ് വെൽത്ത്, ഇതും ഒരു 8 മണിക്കൂറത്തെ ടോപ്പിക്കാണ്. തൽക്കാലം ഞാൻ ഇവിടെ ചെന്ന് ബ്രേക്ക് ഇടാണ്. വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ.